നമസ്കാരം. കേപ്പ് വെർഡെ എന്ന ഒരു കൊച്ചു ദ്വീപരാഷ്ട്രത്തിൽ നിന്ന് ലോകകപ്പിന്റെ വലിയ വേദിയിലേക്ക് പന്തുരുട്ടി കയറിയ വേഴ്സിന്യോ എന്ന കളിക്കാരന്റെയും അദ്ദേഹത്തിന്റെ അമ്മയുടെയും കഥയാണ് ഈ ലോകകപ്പ് കണ്ട ഏറ്റവും മനോഹരവും വൈകാരികവുമായിട്ടുള്ള നിമിഷങ്ങളിലൊന്ന്. ഫുട്ബോൾ ചരിത്രത്തിലെ വെറും മത്സര വിജയത്തിനപ്പുറം മനുഷ്യബന്ധങ്ങളുടെയും പ്രാർത്ഥനയുടെയും വിജയമായി മാറിയ ഈ കഥ കുറച്ചുകൂടി നാടകീയതയോടെയും വൈകാരികതയും കൂടിയാണ് നമ്മൾ കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഇതുവരെ കണ്ട മത്സര വീര്യമെല്ലാം ചോർന്നു പോകുന്ന മുഖത്തോടെയാണ് സ്പെയിനിനെതിരെയുള്ള ആ വാശിയേറിയ പോരാട്ടത്തിന് ശേഷം വേഴ്സിന്യോ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വലിയ ടൂർണമെന്റിൽ തന്റെ രാജ്യത്തിന് വേണ്ടി ബൂട്ട് കെട്ടാൻ കഴിഞ്ഞതിന്റെ അഭിമാനം ഉണ്ടായിരുന്നുവെങ്കിലും ആ മനസ്സ് നിറയെ ഒരു സങ്കടമുണ്ടായിരുന്നു. ക്യാമറകൾക്ക് മുന്നിൽ വേഴ്സിന്യോയുടെ വാക്കുകൾ ഇടറി, കണ്ണുകൾ നനഞ്ഞു. തന്റെ ഫുട്ബോൾ സ്വപ്നങ്ങൾക്ക് തണലായ മുത്തശ്ശിയെക്കുറിച്ചും വേഴ്സിന്യോ എന്ന തന്റെ വിളിപ്പേരിന് പിന്നിലെ സ്നേഹത്തെക്കുറിച്ചുമെല്ലാം താരം അന്ന് വിതുമ്പലോടെ ഓർത്തു. എന്നാൽ ആ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് മറ്റൊന്നായിരുന്നു. താൻ ലോകത്തിലെ ഏറ്റവും വലിയ വേദിയിൽ പന്ത് തട്ടുമ്പോൾ അത് നേരിട്ട് കണ്ട് നെഞ്ചുരുകി പ്രാർത്ഥിക്കാൻ തന്റെ പ്രിയപ്പെട്ട അമ്മ ഗ്യാലറിയിൽ ഇല്ല എന്നതായിരുന്നു ആ മകന്റെ ഏറ്റവും വലിയ നോവ്. ഞാൻ ഈ നിലയിലെത്തിയത് കാണാൻ എന്റെ അമ്മയ്ക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ വിജയങ്ങൾക്കെല്ലാം എന്ത് അർത്ഥമാണുള്ളത് എന്ന വേഴ്സിന്യോയുടെ വാക്കുകൾ ഫുട്ബോൾ ലോകത്തിന്റെ നെഞ്ചിലേക്കാണ് വന്ന് തറച്ചത്. യുഎസിലെ കർശനമായ വിസ നിയമങ്ങള്, ചട്ടങ്ങൾ, ഇതൊക്കെയായിരുന്നു ആ അമ്മയ്ക്കും മകനുമിടയിൽ വലിയൊരു മതിലായി നിന്നത്. ചില ആഫ്രിക്കൻ ദ്വീപ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ ലഭിക്കാനുള്ള കഠിനമായ പ്രക്രിയകളും അതിനായി കെട്ടിവെക്കേണ്ട വലിയ തുകയുമെല്ലാം സാധാരണക്കാരായ ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. മകൻ ലോകത്തിന്റെ നെറുകയിൽ കളിക്കുമ്പോൾ അമേരിക്കയിലെ ആകാശത്തിന് കീഴിൽ ഗ്യാലറിയിൽ എവിടെയോ ഇരുന്ന് കൈയടിക്കാൻ ആ അമ്മ കൊതിച്ചിരുന്നു. എന്നാൽ അതിർത്തികളിലെ കടുംപിടുത്തങ്ങളും ചുവപ്പ് നാടകളും ആ അമ്മയുടെ ആഗ്രഹങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തി. നിയമത്തിന്റെ കല്ലേറുകൾക്ക് മുന്നിൽ ആ മകന്റെ പ്രാർത്ഥനകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഫുട്ബോൾ പ്രേമികളെയും സങ്കടത്തിലാഴ്ത്തി. എന്നാൽ വേഴ്സിന്യോ എന്ന കളിക്കാരന്റെ കണ്ണീരും അദ്ദേഹത്തിന്റെ അമ്മയുടെ പ്രാർത്ഥനയും വെറുതെയായില്ല. ആ വാർത്ത ലോകമെമ്പാടും ചർച്ചയായതോടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഈ വിഷയം അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഉയർന്ന തലങ്ങളിലുമെത്തി. മകന്റെ ആഗ്രഹത്തിന് മുന്നിൽ നിയമത്തിന്റെ കാർക്കശ്യത്വം തടസ്സമാകരുത് എന്ന് അധികൃതർ തിരിച്ചറിഞ്ഞു. US ഹൗസ് ഡെമോക്രാറ്റിക് നേതാവ് ഹക്കീം ജെഫ്രീസിന്റെ സജീവമായ ഇടപെടൽ വളരെ പെട്ടെന്നുണ്ടായി. തുടർന്ന് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ആ കർശന വിസ നിബന്ധനകളിൽ താൽക്കാലികമായി ഇളവ് വരുത്താൻ പ്രത്യേക ഉത്തരവും ഇറക്കി. നിയമത്തിന്റെ വലിയ കോട്ടകൾ സ്നേഹത്തിന് മുന്നിൽ തകർന്നു വീണ നിമിഷമായിരുന്നു അത്. ഇനി വേഴ്സിന്യോ തന്റെ രാജ്യത്തിന്റെ ജേഴ്സി അണിഞ്ഞ് അടുത്ത മത്സരത്തിനായി ബൂട്ട് കെട്ടി ആ പച്ചപ്പുൽ മൈതാനത്ത് നടന്നു വരുമ്പോൾ കളി മാറും. കാരണം ഇനി അദ്ദേഹം ഒറ്റയ്ക്കല്ല. ഗ്യാലറിയിലെ VIP കസേരകളിൽ ഒന്നിന്റെ അറ്റത്തിരുന്ന് മകന്റെ ഓരോ ചുവടിലും ശ്വാസമടക്കി പിടിച്ച് പ്രാർത്ഥിക്കാനും ആനന്ദ കണ്ണീരൊഴുക്കി കൈയടിക്കാനും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അമ്മയും കൂടെ ഉണ്ടാകും. ഒരു ഫുട്ബോൾ താരത്തിന്റെ കരിയറിലെ ട്രോഫികൾക്കും വിജയങ്ങൾക്കും അപ്പുറം മൈതാനത്ത് വിരിയുന്ന ഏറ്റവും വലിയ കാവ്യ നീതിയാണത്. നിയമങ്ങൾ പോലും വഴിമാറിയ ഈ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വൈകാരികവും സുന്ദരവുമായ അധ്യായമായി വേഴ്സിന്യോയുടെയും അമ്മയുടെയും ഈ പുനഃസമാഗമം എന്നും ഓർമ്മിക്കപ്പെടും. Different angles. Don't forget to subscribe and support this channel.